യെസ്, ഇനി പോകുന്നത് പാലാ നഗരസഭ. അവിടെ തർക്കത്തിന് പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ബാക്കിയുള്ള വിശദാംശങ്ങളെ ഞങ്ങൾ പിന്നീട് അറിയിച്ചു. സമ്മേളനം നടത്താൻ വേണ്ടി സ്റ്റാൻഡ് കൊടുത്തതിന്റെ അകത്ത് അതെന്താ സംഭവിച്ചത് ശരിക്കും? അതെല്ലാം ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുത്തു. പ്രമേയത്തിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ മതി. കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ആ പ്രമേയത്തിന്റെ കോപ്പി നിങ്ങൾ ഫോട്ടോ നഗരപ്പെട്ട പ്രശ്നങ്ങൾ പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ കൗൺസിലർമാരും പാലായിലെ എല്ലാ കോൺഗ്രസുകാരെയും വിളിച്ചുകൂട്ടി അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പാലാ മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠേന തീരുമാനിച്ചു. പ്രമേയം പാസാക്കി. പ്രമേയത്തിന്റെ കോപ്പി ജില്ലാ സംസ്ഥാന KPCCക്കും DCCക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നതായിരിക്കും. KPCC പ്രസിഡന്റുമായിട്ടും ഇത് സംസാരിച്ച് ഈ പ്രമേയം KPCC പ്രസിഡന്റിന് കൊടുക്കും. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് തീരുമാനം. ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. 6 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള ലീഡർമാരെല്ലാവരും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ. കൗൺസിലർമാർ പറഞ്ഞത് അവരുമായിട്ട് സഹകരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. അതായിരുന്നു ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം. അല്ല, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം അവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ഏകദേശമൊക്കെ ഒരു ധാരണ, അങ്ങനെ ഒരു സംഭവം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ പിന്തുണച്ചു. അല്ല, സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചോ ഈ കാര്യങ്ങൾ? പ്രമേയം പാസാക്കി. പ്രമേയം നമ്മൾ DCCനെയും KPCCനെയും അറിയിക്കും. തീരുമാനിച്ചാൽ തന്നെ ഇതിപ്പം ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റും. കാരണം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം നമ്മൾ മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയമാണ്. പാലാ മുനിസിപ്പാലിറ്റിയിലെ മണ്ഡലം കമ്മിറ്റി കൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ വിഷയം പരിപൂർണമായിട്ട് ഏകകണ്ഠേന പാസാക്കി. നമ്മൾ DCC അറിയിക്കുന്നു, KPCC അറിയിക്കുന്നു. അതിന്റെ പ്രമേയത്തിന്റെ കോപ്പി നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനം ഇതാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുൻപ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ല. അല്ല, കൗൺസിലർമാരല്ലേ കൂടിയത്? ഇത് പാർട്ടി മണ്ഡലം കമ്മിറ്റി ഫോർമലായിട്ട് കൂടി. ഇത് മണ്ഡലം കമ്മിറ്റി, പാലാ മണ്ഡലം കമ്മിറ്റിയാണ്. പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അല്ല, കൗൺസിലർമാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പോകാൻ പറ്റിയല്ല എന്നുള്ളതിന് പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ബാക്കിയുള്ള വിശദാംശങ്ങളെ ഞങ്ങൾ പിന്നീട് അറിയിച്ചു. സമ്മേളനം നടത്താൻ വേണ്ടി സ്റ്റാൻഡ് കൊടുത്തതിന്റെ അകത്ത് അതെന്താ സംഭവിച്ചത് ശരിക്കും? അതെല്ലാം ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുത്തു. പ്രമേയത്തിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ മതി. കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ആ പ്രമേയത്തിന്റെ കോപ്പി നിങ്ങൾ ഫോട്ടോ എടുത്തു. നഗരസഭയിൽ ഇനിയുള്ള പ്രവർത്തനം ഇപ്പൊ എങ്ങനെയാണ്? നഗരസഭയിലെ ഇന്നൊരു പ്രവർത്തനം ഈ കൂട്ടായി തീരുമാനിച്ച് അതിനെക്കുറിച്ച് 2-3 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയിൽ ആ കാര്യങ്ങളെല്ലാം തീരുമാനം. ഭരണം പോയാലും പ്രശ്നമില്ല. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങിയ തർക്കമാണ്. കഴിഞ്ഞ ദിവസമടക്കം നമ്മൾ വിഷയത്തിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടു. അതായത് DYFIക്ക് പിന്തുണ, അല്ലെങ്കിൽ DYFIക്ക് പരിപാടി അവതരിപ്പിക്കാൻ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർ രംഗത്ത് വരുന്നൊരു സാഹചര്യം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലർമാർ നേരത്തെ മുതൽ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ പിന്തുണ പിൻവലിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. തീർച്ചയായും ഭദ്ര, പാലാ നഗരസഭയിൽ അക്ഷരാർത്ഥത്തിൽ ഭരണസമിതിയിൽ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. നഗരസഭാ ഭരണസമിതിക്കുള്ള പിന്തുണ കോൺഗ്രസ് കൗൺസിലർമാർ പിൻവലിച്ചിരിക്കുന്നു. സ്വതന്ത്ര കൂട്ടായ്മയുമായി യോജിച്ചു പോകുവാൻ കഴിയില്ല എന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട്, ആ നിലപാടിന് പ്രാദേശിക നേതൃത്വം പിന്തുണ നൽകിയിരിക്കുന്നു. ഇന്ന് ചേർന്ന പാലാ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കിയ പ്രമേയത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കൗൺസിലർമാർ പങ്കുവച്ചത്. എന്തായാലും ഇനി ഒരു കാരണവശാലും ഇവരുമായി യോജിച്ചു പോകുവാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പാലായിലെ കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വെക്കുന്നത്. ഭദ്ര.